ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. 2025 ജാനുവരിയിലെ PSC ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി വരുന്ന PSC എക്സാമുകളിൽ ഇതിൽ നിന്നുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. ഓക്കെ. ഗോൾഡൻ ഗ്ലോബ് അവാർഡ് 2024 ഏറ്റവും മികച്ച ചിത്രം ദ ബ്രൂട്ടലിസ്റ്റ്, മികച്ച ഇംഗ്ലീഷ് ഇതര സിനിമ എമിലിയ പെരേസ്, ഫ്രഞ്ച് സിനിമയാണ്. മികച്ച സംവിധായകൻ ബ്രാഡി കോർബറ്റ്, സിനിമ ദ ബ്രൂട്ടലിസ്റ്റ്. മികച്ച നടൻ ഏഡ്രിയൻ ബ്രൂഡി, സിനിമ ദ ബ്രൂട്ടലിസ്റ്റ്. മികച്ച നടി ഫെർണാണ്ടോ ടോറസ്, സിനിമ ഐ ആം സ്റ്റിൽ ഹിയർ. മികച്ച സഹനടൻ കീരൻ കൾക്കിങ്, സിനിമ എ റിയൽ പെയിൻ. മികച്ച സഹനടി സോയി സൽഡാന, സിനിമ എമിലിയ പെരേസ്. മികച്ച തിരക്കഥ കോൺക്ലേവ്, മികച്ച ടെലിവിഷൻ സീരീസ് ഷോഗൺ. ഒന്നുകൂടെ പറയാം. ഗോൾഡൻ ഗ്ലോബ് അവാർഡ് 2024 ഏറ്റവും മികച്ച ചിത്രം ദ ബ്രൂട്ടലിസ്റ്റ്, മികച്ച ഇംഗ്ലീഷ് ഇതര സിനിമ എമിലിയ പെരേസ്, മികച്ച സംവിധായകൻ ബ്രാഡി കോർബറ്റ്, മികച്ച നടൻ ഏഡ്രിയൻ ബ്രൂഡി, മികച്ച നടി ഫെർണാണ്ടോ ടോറസ്, മികച്ച സഹനടൻ കീരൻ കൾക്കിങ്, മികച്ച സഹനടി സോയി സൽഡാന, മികച്ച തിരക്കഥ കോൺക്ലേവ്, മികച്ച ടെലിവിഷൻ സീരീസ് ഷോഗൺ. അടുത്തത് JC ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരം 2023, മികച്ച സിനിമ 2018, മികച്ച സംവിധായകൻ അഖിൽ സത്യൻ, മികച്ച നടൻ ടൊവിനോ തോമസ്, മികച്ച നടി അഞ്ജന ജയപ്രകാശ്, മികച്ച ഗായിക ബി അരുന്ധതി. ഒന്നുകൂടെ പറയാം. JC ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരം 2023, മികച്ച സിനിമ 2018, മികച്ച സംവിധായകൻ അഖിൽ സത്യൻ, മികച്ച നടൻ ടൊവിനോ തോമസ്, മികച്ച നടി അഞ്ജന ജയപ്രകാശ്, മികച്ച ഗായിക ബി അരുന്ധതി. 2024 ഐവറി പുരസ്കാരം ഗായിക KS ചിത്രയ്ക്ക്. 2024 ഐവറി പുരസ്കാരം ഗായിക KS ചിത്രയ്ക്ക്. 2025 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നടൻ ജഗതി ശ്രീകുമാറിന്. 2025 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നടൻ ജഗതി ശ്രീകുമാറിന്. വിലാസിനി നോവൽ പുരസ്കാരം A നസീറയുടെ ഉച്ചാടനം എന്ന നോവലിന്. പാച്ചല്ലൂർ സുകുമാരൻ സ്മാരക പുരസ്കാരം കവിയും ഗാനരചയിതാവും മുൻ ചീഫ് സെക്രട്ടറിയുമായ K ജയകുമാറിന്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തൃശൂർ ജില്ല ജേതാക്കളായി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തൃശൂർ ജില്ല ജേതാക്കളായി. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രേബോവോ സുബിയാന്തോ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യ അതിഥിയാകും. അപ്പോൾ ഇന്ത്യയുടെ 2025 റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രേബോവോ സുബിയാന്തോ. ഇത് ഓർത്ത് വയ്ക്കാനായിട്ടൊരു ചെറിയ ക്ലൂ പറഞ്ഞുതരാം. നിങ്ങളിതിന് തൽക്കാലം പ്രേതം എന്ന് ഓർത്ത് വയ്ക്കുക. പ്രേതം പ്രാ കൂട്ടിയുള്ള വേറെ ആൾക്കാരുടെ പേരൊന്നും ഓപ്ഷൻസിൽ കാണാൻ സാധ്യതയില്ല. അപ്പോൾ ഇത് അങ്ങനെ അങ്ങ് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ. അപ്പോൾ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രേബോവോ സുബിയാന്തോ ആണ് 2025 റിപ്പബ്ലിക് ദിനത്തിലെ ഇന്ത്യയുടെ മുഖ്യ അതിഥി. കേന്ദ്ര റിസർവ് പോലീസ് ഫോഴ്സിന്റെ CRPF മേധാവിയായി വിതുൽ കുമാറിനെ നിയമിച്ചു. CRPF മേധാവി വിതുൽ കുമാർ.
തോംസൺ ജോസിനെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായി നിയമിച്ചു. 1,60,000 വർഷത്തിലൊരിക്കൽ മാത്രം കാണാനാകുന്ന കോമറ്റ് G3 എന്ന അപൂർവ വാൽനക്ഷത്രം ജാനുവരി 13 രാത്രിയിൽ ദൃശ്യമായി. ഇന്ത്യ പണിയാൻ ഉദ്ദേശിക്കുന്ന ബഹിരാകാശ നിലയത്തിൻ്റെ നിർമ്മാണത്തിനും ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ വെച്ച് അറ്റകുറ്റപ്പണി നടത്തുന്നതിനുമുള്ള സാങ്കേതിക വിദ്യയായ റീലൊക്കേറ്റബിൾ റോബോട്ടിക് മാനിപ്പുലേറ്റർ ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ അഥവാ നടക്കും യന്ത്രക്കൈ പരീക്ഷണം വിജയകരം. ഇന്ത്യ പണിയാൻ ഉദ്ദേശിക്കുന്ന ബഹിരാകാശ നിലയത്തിൻ്റെ നിർമ്മാണത്തിനും ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ വെച്ച് അറ്റകുറ്റപ്പണി നടത്തുന്നതിനുമുള്ള സാങ്കേതിക വിദ്യയായ റീലൊക്കേറ്റബിൾ റോബോട്ടിക് മാനിപ്പുലേറ്റർ ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ അഥവാ നടക്കും യന്ത്രക്കൈ പരീക്ഷണം വിജയകരം. ന്യൂസിലാൻഡ് ഓപ്പണർ മാർട്ടിൻ ഗപ്റ്റിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ബ്രസീലുകാരി കന്യാസ്ത്രീ ഇന കനബാരോ ലൂക്കാസ് ആണ് പുതിയ ലോകമുത്തശ്ശി. ബ്രസീലുകാരി കന്യാസ്ത്രീ ഇന കനബാരോ ലൂക്കാസ് ആണ് പുതിയ ലോകമുത്തശ്ശി. ഡോക്ടർ വി നാരായണൻ ISRO ചെയർമാനായി നിയമിതനായി. ഇപ്പോഴത്തെ നിലവിലെ ISRO ചെയർമാനാണ് ഡോക്ടർ വി നാരായണൻ. പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ P. ജയചന്ദ്രൻ അന്തരിച്ചു. പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ P. ജയചന്ദ്രൻ അന്തരിച്ചു. US-ന്റെ 39ാം പ്രസിഡന്റ് ജിമ്മി കാർട്ടർ അന്തരിച്ചു. 100 വയസ്സുവരെ ജീവിച്ച ഏക അമേരിക്കൻ പ്രസിഡന്റാണ് അദ്ദേഹം. ഇന്ത്യയുടെ ആണവശേഷി രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച ശാസ്ത്രജ്ഞൻ രാജഗോപാല ചിദംബരം അന്തരിച്ചു. ലത്തീൻ ഭാഷയിൽ പ്രസിദ്ധീകരിച്ച ഹോർത്തൂസ് മലബാറിക്കസ് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്ത സസ്യശാസ്ത്രജ്ഞൻ ഡോക്ടർ KS മണിലാൽ അന്തരിച്ചു. ലത്തീൻ ഭാഷ എന്ന് വെച്ചാൽ ലാറ്റിൻ ഭാഷയാണ്. ലത്തീൻ ഭാഷയിൽ പ്രസിദ്ധീകരിച്ച ഹോർത്തൂസ് മലബാറിക്കസ് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്ത സസ്യശാസ്ത്രജ്ഞൻ ഡോക്ടർ KS മണിലാൽ അന്തരിച്ചു. ചരിത്രകാരൻ ഡോക്ടർ നന്ദിയോട് രാമചന്ദ്രൻ അന്തരിച്ചു. എഴുത്തുകാരൻ S. ജയചന്ദ്രൻ നായർ അന്തരിച്ചു. മുൻ ഗ്രീക്ക് പ്രധാനമന്ത്രി കോസ്റ്റാസ് സിമിറ്റിസ് അന്തരിച്ചു. ഷൂട്ടിംഗ് താരം മനു ഭാക്കർ, ലോക ചെസ് ചാമ്പ്യൻ D. ഗുകേഷ്, ഹോക്കി ടീം ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ്, പാരാ അത്ലറ്റ് പ്രവീൺ കുമാർ എന്നിവർക്ക് രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ ഖേൽരത്ന പുരസ്കാരം, മലയാളി നീന്തൽ താരം സാജൻ പ്രകാശ് അർജുന അവാർഡിനും മലയാളി ബാഡ്മിൻ്റൺ കോച്ച് S. മുരളീധരൻ ദ്രോണാചാര്യ പുരസ്കാരത്തിനും അർഹരായി. ഷൂട്ടിംഗ് താരം മനു ഭാക്കർ, ലോക ചെസ് ചാമ്പ്യൻ D. ഗുകേഷ്, ഹോക്കി ടീം ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ്, പാരാ അത്ലറ്റ് പ്രവീൺ കുമാർ എന്നിവർക്ക് രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ ഖേൽരത്ന പുരസ്കാരം, മലയാളി നീന്തൽ താരം സാജൻ പ്രകാശ് അർജുന അവാർഡിനും മലയാളി ബാഡ്മിൻ്റൺ കോച്ച് S. മുരളീധരൻ ദ്രോണാചാര്യ പുരസ്കാരത്തിനും അർഹരായി. ലോക വനിതാ റാപ്പിഡ് ചെസ് കിരീടം ഇന്ത്യയുടെ കൊനേരു ഹംപിക്ക്. ലോക വനിതാ റാപ്പിഡ് ചെസ് കിരീടം ഇന്ത്യയുടെ കൊനേരു ഹംപിക്ക്. വനിതകളുടെ അണ്ടർ 19 ഏകദിന ക്രിക്കറ്റിൽ മേഘാലയക്കെതിരെ 157 പന്തിൽ നിന്ന് 346 റൺസ് നേടി പെൺകുട്ടികളുടെ യൂത്ത് ലിസ്റ്റ് A ക്രിക്കറ്റിൽ മുംബൈ ഓപ്പണറായ ഇറ ജാദവ് ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടി റെക്കോർഡിട്ടു. വനിതാ ഏകദിന ക്രിക്കറ്റിൽ അയർലൻഡിനെതിരെ 50 ഓവറിൽ 370 റൺസ് പടുത്തുയർത്തി റെക്കോർഡ് കരസ്ഥമാക്കി ഇന്ത്യ. 2017 അയർലൻഡിനെതിരെ 358 റൺസ് എടുത്തതായിരുന്നു ഇതുവരെയുള്ള ഉയർന്ന സ്കോർ. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനലിൽ കേരളത്തെ 1-0 തോൽപ്പിച്ച് ബംഗാൾ ചാമ്പ്യന്മാരായി. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനലിൽ കേരളത്തെ 1-0 തോൽപ്പിച്ച് ബംഗാൾ ചാമ്പ്യന്മാരായി. അപ്പോൾ സന്തോഷ് ട്രോഫിയുടെ വിന്നർ ബംഗാളാണ്, റണ്ണറപ്പ്
കേരളമാണ്. ഓക്കെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്